അപ്പോൾ ഇതിനു മുമ്പ് പോയവരും ഇതേപോലെ ത്യജിച്ചവരാണല്ലോ, യുധിഷ്ഠിരാദികൾ ത്യജിച്ചവരാണല്ലോ. ഇദ്ദേഹം പരമഭാഗവതന്മാരിൽ അഗ്രഗണ്യനാകുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ശരീരം ഉപേക്ഷിച്ച് സർവോത്കൃഷ്ടവും വിരജസ്കവും ശോകമുക്തവുമായ ലോകത്തെ പ്രാപിക്കുന്നതുവരെ നമുക്കിവിടെ തന്നെ കഴിഞ്ഞുകൂടാം. അവർ തമ്മിൽ പറയാം, നമുക്കിവിടെ കഴിഞ്ഞുകൂടാം. അദ്ദേഹം പരമഭാഗവതനാണ്. ഈശ്വരനിൽ തന്നെ ബദ്ധശ്രദ്ധനായി ജീവിതത്തിൽ രാജ്യഭാരം പുത്രനെ ഏൽപ്പിച്ച് എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്ന് അനന്യശരണനായിട്ട് കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇദ്ദേഹം ശരീരം ഉപേക്ഷിച്ച് സർവോത്കൃഷ്ടവും വിരജസ്കവും ശോകമുക്തവുമായ ലോകത്തെ, പരമമായ ലോകത്തെ പ്രാപിക്കുന്നത് വരെ നമുക്കും ഇവിടെ കഴിഞ്ഞുകൂടാം. പരീക്ഷിത്ത് പക്ഷപാതരഹിതവും അമൃതവർഷിയും ഗംഭീരാർത്ഥവും സത്യവുമായ ആ ഋഷിവാക്ക് കേട്ട് തന്നെ അനുഗ്രഹിക്കാൻ തയ്യാറായി വന്ന അവരെ വന്ദിച്ച് സർവവ്യാപകനായ ഭഗവാന്റെ ലീലകൾ കേൾക്കാൻ ആഗ്രഹിച്ചു പറഞ്ഞു. പരീക്ഷിത്ത് പക്ഷപാതരഹിതവും അമൃതവർഷിയും ഗംഭീരാർത്ഥവും സത്യവുമായ ആ ഋഷിവാക്ക് കേട്ട് അദ്ദേഹത്തിന് പക്ഷപാതരഹിതമാണെന്ന് മനസ്സിലായത് എന്താ കാര്യം? ഈ പക്ഷപാതം എപ്പോഴാണ് മനുഷ്യർക്കുണ്ടാവുക? കാര്യം സാധിക്കേണ്ടി വരുമ്പോൾ. നമുക്കൊരു കാര്യം സാധിക്കേണ്ടതായിട്ട് വരുമ്പോഴാണ് അത് പ്രകടമായ കാര്യമാകാം, സൂക്ഷ്മമായ കാര്യമാകാം. അപ്പോഴാണ് പക്ഷപാതം ഉണ്ടാവുക. അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക പലപ്പോഴും. അപ്പം ഇവിടെ പരീക്ഷത്തിൽ നിന്നൊന്നും നേടാനില്ല. കാരണം രാജ്യഭാരം മുഴുവൻ മകനെ ഏൽപ്പിച്ചു. ഇനി രാജ്യത്തിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്തത്തിൽ അവിടെ തിരിച്ചു ചെന്ന് ഓർഡർ ഇടാനൊന്നും പറ്റില്ല. അത് കഴിഞ്ഞു. നമ്മുടെ അർത്ഥശാസ്ത്രമൊക്കെ അനുസരിച്ച് രാജാക്കന്മാർക്ക് ആണ് ഡ്യൂട്ടി ഉള്ളത്. ഒഫീഷ്യൽ രാജാവിനാണ് അധികാരമുള്ളത്. രാജാവിൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും അത്ര അധികാരമില്ല. അപ്പം രാജാവ് മകനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. മരണം പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ പ്രത്യേകിച്ച് പക്ഷപാതപരമായി പുകഴ്ത്തിയത് കൊണ്ട് മഹർഷിമാർക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. അതുകൊണ്ട് അവരുടെ വാക്കുകൾ പക്ഷപാതരഹിതം തന്നെയാണ് എന്ന് അനുമാനിച്ചതിൽ ഒട്ടും തെറ്റില്ല. പക്ഷപാതരഹിതവും അമൃതവർഷിയും. എന്താ അമൃതവർഷി എന്ന് കേൾക്കാൻ സുഖമുള്ളതാണ്, നല്ലതാണേ പറഞ്ഞത്. നല്ലത് പറഞ്ഞാൽ കേൾക്കാൻ ഒരു സുഖമാണ് ആർക്കായാലും. പക്ഷപാതരഹിതവും അമൃതവർഷിയും ഗംഭീരാർത്ഥവും. ഗംഭീരമായിട്ടുള്ള അർത്ഥങ്ങളാണ്. എന്താ കാരണം? നമ്മളിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചത്? ഗംഭീരാർത്ഥവും സത്യവുമായ ആ ഋഷിവാക്ക് കേട്ട് തന്നെ അനുഗ്രഹിക്കാൻ തയ്യാറായി വന്ന അവരെ വന്ദിച്ച് സർവവ്യാപകനായ ഭഗവാന്റെ ലീലകൾ കേൾക്കാൻ ആഗ്രഹിച്ചു പറഞ്ഞു. സർവവ്യാപകനായ ഭഗവാന്റെ, എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഭഗവാന്റെ ലീലകൾ കേൾക്കാൻ ആഗ്രഹിച്ചു പറഞ്ഞു. ഈ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നയാളുടെ ലീലകൾ എങ്ങനെയാണ് കേൾക്കുക? എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന കാറ്റിനെ അനുഭവവേദ്യമാക്കാൻ ഫാൻ ഉപയോഗിക്കുന്നത്, വിശറി ഉപയോഗിക്കുന്നത് പോലെയാണത്. അപ്പോൾ ഈ സർവവ്യാപകനായ ഭഗവാൻ ലീലകളാടുന്നത് എങ്ങനെയായിരിക്കും? അവതാര സ്വരൂപങ്ങൾ എടുത്തിട്ടാണ്. അപ്പോൾ ആ ലീലകൾ കേൾക്കാൻ ആഗ്രഹിച്ച് അദ്ദേഹം ഈ മഹർഷിമാരോട് പറഞ്ഞു, സത്യലോകത്തിൽ രൂപം കൊണ്ട വേദങ്ങളെന്ന പോലെ ജ്ഞാനസമ്പന്നരായ നിങ്ങൾ എല്ലാവരും സ്വന്തം സ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നു. സത്യലോകത്തിൽ രൂപം കൊണ്ട വേദങ്ങളെന്ന പോലെ, വേദം സത്യലോകത്തിൽ ബ്രഹ്മലോകത്തിലാണ് ഉണ്ടായത്. പക്ഷേ ആ വേദം ഉണ്ടായിടത്ത് നിന്നില്ല. അറിവ് പരക്കും. അറിവ് പരന്നതുപോലെ അവിടെ ഉണ്ടായിരുന്ന വേദം ഇവിടെ വന്നതുപോലെ ജ്ഞാനസമ്പന്നരായ നിങ്ങളെല്ലാവരും സ്വന്തം സ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നു. എന്തൊരു ഉപമയാണെന്ന് ആലോചിച്ച് നോക്കൂ. സത്യലോകത്തുണ്ടായ വേദം ഭൂമിയിലെത്തിയതുപോലെ മഹർഷീശ്വരന്മാർ അവരവരുടെ സങ്കേതങ്ങളായിട്ടുള്ള ആശ്രമങ്ങളിൽ നിന്ന് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഇഹത്തിലോ പരത്തിലോ മറ്റുള്ളവരെ അനുഗ്രഹിക്കുക എന്നൊഴികെ മറ്റൊരു കാര്യവുമില്ല തന്നെ. ഇവരുടെ ഡ്യൂട്ടി എന്താ? ഇവർ പരിപൂർണമായി പരമമായതിനെ അറിഞ്ഞവരാണ്. അവർക്ക് അതിലങ്ങനെ മുഴുകിയിരുന്നാൽ മതിയായിരുന്നു. അതവർ ചെയ്തില്ല. ആ അറിവ് ഭൂമിയിലേക്കിറക്കിക്കൊണ്ടുവന്ന് തങ്ങളുടെ സഹയാത്രികരെ, സഹജീവികളെ ഉദ്ധരിക്കുവാൻ അവർ ആഗ്രഹിച്ചു. ആരെപ്പോലെ? അഗസ്ത്യരെ പോലെ. വിന്ധ്യാപർവ്വതത്തിൻ്റെ അഹങ്കാരത്തെ ശമിപ്പിച്ചതിന് ശേഷം അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞ അഗസ്ത്യൻ യാത്ര തുടർന്നു. ഒരിടത്തും തങ്ങുകയില്ല. കാരണം ഒരിടത്ത് തങ്ങാനുള്ള ആഗ്രഹമില്ല. കുറച്ചു കാലം ഇവിടെ നിൽക്കും, അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകും. അങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ മനുഷ്യരുമായിട്ട് അദ്ദേഹത്തിന് എന്തായാലും ബന്ധം വരും. മനുഷ്യരുമായിട്ട് ബന്ധം വന്നപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, ഈ മനുഷ്യർ
എല്ലാം ആവശ്യമില്ലാണ്ട് ദുഃഖിക്കുകയാണ്. എന്താ ഇവരുടെ ദുഃഖത്തിന് കാരണം? ഇവരെല്ലാം അവരാരാണോ അതല്ല എന്നാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. ഇവരെല്ലാം നടനല്ല കഥാപാത്രമാണ് എന്ന് ധരിച്ച് ദുഃഖം അനുഭവിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇവരോട് പറഞ്ഞു, നിങ്ങളെ വാസ്തവത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല. പണ്ട് നിസർഗദത്ത് മഹാരാജിനോട് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ പറഞ്ഞതുപോലെ, നിസർഗദത്ത് മഹാരാജ്, മാരുതി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം തൻ്റെ ഗുരുനാഥനെ കാണാൻ, നവനാഥ സമ്പ്രദായിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ, അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നപ്പം ഗുരുനാഥൻ ശിഷ്യനോട് പറഞ്ഞു, നീ ആരാണെന്നാണോ നീ ഇപ്പോൾ ധരിച്ചു വച്ചിരിക്കുന്നത് ആ ആളല്ല നീ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, പിന്നെ ഞാൻ ആരാണെന്ന്. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞു. 3 വർഷം കൊണ്ട് അദ്ദേഹത്തിന് ആരാണെന്ന് മനസ്സിലാവുകയും അദ്ദേഹം ഒരുപാട് പേരെ അവർ ആരാണെന്ന് മനസ്സിലാക്കുന്നതിലുള്ള ഉദ്യമത്തിൽ മുഴുകുകയും ചെയ്തു. അതേപോലെ അഗസ്ത്യർ പറഞ്ഞു നോക്കി, പക്ഷെ ഒരു കാര്യമില്ല, ആർക്കും പറഞ്ഞതൊന്നും മനസ്സിലായില്ല. അത് അദ്ദേഹത്തിനെ കൂടുതൽ വിഷമിപ്പിച്ചു. നമ്മൾ സതുദ്ദേശത്തോടു കൂടി പറയുന്ന കാര്യം കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നില്ല എന്ന തിരിച്ചറിവ് നമ്മളിൽ വലിയ ദുഃഖം ഉണ്ടാക്കും, വലിയൊരു വിഷമം ഉണ്ടാക്കും. അങ്ങനെ വിഷമിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ കമ്പാനദീ തീരത്തുള്ള ഏകാമ്രേശ്വര ക്ഷേത്രത്തിൽ അദ്ദേഹം എത്തി. ഏകാമ്രേശ്വരൻ മണ്ണുകൊണ്ട് പണ്ട് പാർവതീ ദേവി മഹാദേവൻ്റെ കണ്ണു പൊത്തിക്കളിച്ചതുകൊണ്ട് പ്രപഞ്ചത്തെ ഇരുട്ടിലാഴ്ത്തിയതിൻ്റെ പ്രായശ്ചിത്താർത്ഥമായി മാവുകൾ നിറഞ്ഞു നിന്ന ഒരു തോട്ടത്തിൽ മണ്ണുകൊണ്ട് ഒരു ബിംബം ഉണ്ടാക്കി പൂജിച്ച് പരിഹാരം ചെയ്തിരുന്നു. ആ മണ്ണുകൊണ്ടുണ്ടാക്കിയ ബിംബം പ്രതിഷ്ഠിച്ച സ്ഥലം അതാണ് ഏകാമ്രേശ്വരം. ഒറ്റമാവിൻ്റെ ചോട്ടിലായിരുന്നു ഈ പാർത്ഥിവലിംഗം നിലകൊണ്ടിരുന്നത്. അവിടെ എത്തി തൊഴുതു, പ്രാർത്ഥിച്ചു, ജപമൊക്കെ കഴിഞ്ഞു. ആ കമ്പാനദീ തീരത്ത് ഖിന്നനായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഹയഗ്രീവൻ പ്രത്യക്ഷപ്പെട്ടു. ഹയഗ്രീവനെ അദ്ദേഹം പ്രാർത്ഥിച്ചതായിട്ട് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പരാമർശമില്ല. ഹയഗ്രീവൻ്റെ അമ്പലത്തിൽ ദർശനം ചെയ്തതായിട്ടും പരാമർശമില്ല. പ്രാർത്ഥിച്ചത് മുഴുവൻ മഹാദേവനെ. പക്ഷെ പ്രത്യക്ഷപ്പെട്ടത് ഹയഗ്രീവൻ പ്രത്യക്ഷപ്പെട്ടു. അതെന്തുകൊണ്ടാണ് ഹയഗ്രീവൻ പ്രത്യക്ഷപ്പെട്ടത്? എന്തുകൊണ്ടാണ് വിളിക്കാതെ പറയാതെ ക്ഷണിക്കാതെ ഈശ്വര സ്വരൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്? ഇങ്ങനെ നമ്മളൊക്കെ എത്ര വിളിച്ചിട്ടും മാറി മാറി തിങ്കളാഴ്ച ഒരു ദൈവത്തെ, ചൊവ്വാഴ്ച ഒരു ദൈവത്തെ, ബുധനാഴ്ച ഒരു ദൈവത്തെ, വ്യാഴം, വെള്ളി, ശനി ഞായർ ദിവസങ്ങളിൽ ഓരോരോ ദൈവങ്ങളെ എന്നിട്ടും കിടക്കുകയാണ്. ഇങ്ങനെ പല പല ദൈവങ്ങളെ മാറി മാറി പലപ്പോഴും വിളിച്ചിട്ടും ഒരാളും ഇതുവരെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. വെറുതെ ദുഃഖിച്ചിരുന്ന അഗസ്ത്യരുടെ മുമ്പിൽ വിളിക്കാതെ ഹയഗ്രീവൻ പ്രത്യക്ഷപ്പെട്ടു. എന്താ കാരണം? ആരാണോ സ്വന്തം ജീവിതം ലോകത്തിൻ്റെ ദുഃഖമകറ്റാൻ വേണ്ടി വിനിയോഗിക്കുന്നത് അവരുടെ മുമ്പിൽ വിളിക്കാതെ പറയാതെ ഈശ്വരന്മാർ പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു, എന്താ ദുഃഖിച്ചിരിക്കണത്? കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇതിന് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അങ്ങനെ പറഞ്ഞാലൊന്നും ജനത്തിന് മനസ്സിലാവില്ല, അവർ പരാശക്തിയുടെ പാതാരവിന്ദങ്ങളെ ഭജിക്കട്ടെ എന്ന് പറഞ്ഞു. മഹാത്മാക്കളുടെ ജീവിതോദ്ദേശം തന്നെ ബാക്കിയുള്ളവരെ അനുഗ്രഹിക്കുക എന്നുള്ളവരാണ്. ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇഹത്തിലോ പരത്തിലോ മറ്റുള്ളവരെ അനുഗ്രഹിക്കുക എന്നതൊഴികെ മറ്റൊരു കാര്യവും ഇല്ല തന്നെ. ഇവരുടെ പ്രോട്ടോക്കോൾ തന്നെ എല്ലാവരെയും അനുഗ്രഹിക്കുക എന്നുള്ളതാണ്. വിപ്രന്മാരെ, ജിതേന്ദ്രിയന്മാരെ, അതിനാൽ എന്തു ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ചോദിച്ചറിയേണ്ടത് ഞാൻ വിശ്വാസപൂർവം ചോദിക്കുന്നു. ഞാനിതാ മരണത്തെ സ്വീകരിച്ച് കിടക്കുകയാണ്, ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് നിങ്ങളെനിക്ക് പറഞ്ഞു തരണം. സർവാത്മനാ മരണാസന്നന്മാരാൽ പരിശുദ്ധമായി ചെയ്യപ്പെടേണ്ടത് എന്താണെന്ന് കൂടി ആലോചിച്ച് പറഞ്ഞു തരിക. മരിക്കാൻ കിടക്കുകയാണ്. അപ്പോൾ ആ മരിക്കാൻ കിടക്കുന്നയാൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരിക. തിബറ്റൻ ബുദ്ധിസത്തിൽ ആസന്ന മരണരായി കിടക്കുന്നവരെ മെഡിറ്റേഷനിലൂടെ വിവിധ ലോകങ്ങളിലൂടെ കൊണ്ടുപോയിട്ട് പരമമായതിലെത്തിക്കുന്ന ഒരു പതിവുണ്ട്. ആസന്ന മരണരെ കിടക്കുന്നവരുടെ അടുത്ത് തിബറ്റൻ ലാമമാർ അവരുടെ ഗുരുക്കന്മാരെത്തിച്ചേർന്ന് ആ മരണസമയത്ത് കൈപിടിച്ച് ധ്യാനാവസ്ഥയിലൂടെ പരമമായതിലേക്ക് കൊണ്ടെത്തിക്കും. എല്ലാ
ഈശ്വരോന്മുഖമായ സമ്പ്രദായങ്ങളിലും ഇങ്ങനെയൊരു പതിവുണ്ട്. ഇവിടെ ഇദ്ദേഹം ചോദിച്ചു, ഞാൻ ആസന്നമരണനാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്നാൽ ചെയ്യപ്പെടേണ്ടത് എന്താണെന്ന് കൂടി ആലോചിച്ച് പറഞ്ഞു തരിക. ആ ഋഷിവര്യന്മാർ എന്താണ് ശ്രേയസ്കരം എന്നതിനെ സംബന്ധിച്ച് വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടിരിക്കുക. അവരങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ തുടങ്ങി. ലോകം പലവിധം, ലോകര് പല വിധത്തിലാണ്, ബഹുജനം ബഹുവിധം. ഒരു കൺസെൻസസ് ഇല്ല. ആകെ ഉണ്ടായിരുന്ന കൺസെൻസസ് ആണ് ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞത്, അല്ലാതെ യാതൊരു കൺസെൻസസും ഇല്ല. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കലായി. ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ മരിച്ചു കിടക്കുമ്പം ശവമടക്കാൻ വേണ്ടിയിട്ട് ബന്ധുക്കൾ തമ്മിലുണ്ടാകുന്ന, അടക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ബന്ധുക്കൾ തമ്മിലുണ്ടാകുന്ന വാദപ്രതിവാദങ്ങൾ പോലെ. സഞ്ചയം എന്ന് വേണം എന്നുള്ളതിനെക്കുറിച്ചൊരു വാദിപ്രതിവാദം, എന്ന് വേണം മടിയന്തരം എന്നുള്ളതിനെക്കുറിച്ചൊരു വാദപ്രതിവാദം. അങ്ങനെ മരിച്ചു കിടന്നാൽ പോലും വാദപ്രതിവാദങ്ങൾക്കൊരു ക്ഷാമവും ഇല്ല. എല്ലാത്തിനും അഭിപ്രായ വ്യത്യാസം. വെറും ഒട്ടും മോശക്കാരായിരുന്നില്ല. ആ ഋഷിവര്യന്മാർ എന്താണ് ശ്രേയസ്കരം എന്നതിനെ സംബന്ധിച്ച് വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടിരിക്കേ, അങ്ങനെ ഇവർ തമ്മിൽ സംവാദത്തിൽ ഏർപ്പെട്ടിരിക്കുക. ഇതാണ് ശരി, അല്ല അതാണ് ശരി, മറ്റതാണ് ശരി, മറിച്ചതാണ് ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ അങ്ങിങ്ങ് ചുറ്റി സഞ്ചരിക്കുന്നവനും ഒന്നിലും താല്പര്യമില്ലാത്തവനും ആശ്രമാദി ചിഹ്നരഹിതനും ആനന്ദമഗ്നനുമായ ഭഗവാൻ ശുകൻ അവധൂതവേഷനായി സ്ത്രീകളാലും കുട്ടികളാലും ചുറ്റപ്പെട്ട് യദൃച്ഛയാ അവിടെ വന്നെത്തി. അടുത്ത യാദൃശ്ചികത പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ജീവിതത്തിൽ. ഇത് പ്രതീക്ഷിച്ചിട്ടില്ല. പരീക്ഷിത്ത് മഹാരാജാവ് ഇമെയിലോ നോട്ടോ ഒന്നും അയച്ചിട്ടില്ല. ശ്രീ ശുക ബ്രഹ്മർഷി പ്ലീസ് ഇമ്മീഡിയറ്റ്ലി കം ഹിയർ എന്ന് പറഞ്ഞ നോട്ടീസൊന്നും അയച്ചിട്ടില്ല. യാദൃശ്ചികമായിട്ട്. ആരാ ഈ യാദൃശ്ചികമായിട്ട്? അങ്ങിങ്ങ് ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവനും കാറ്റിനെ പോലെയാണ്. എവിടെയാ എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ നടക്കും അദ്ദേഹം. കാറ്റൊഴുകി നടക്കുന്നത് പോലെ ഒഴുകി വായിരിക്കുന്നവൻ ഒന്നിലും താല്പര്യമില്ല. എന്താ കാര്യം? താല്പര്യം എപ്പോഴാണ് ഉണ്ടാവുക? അപൂർണനാണ് താനെന്ന് തോന്നുമ്പോൾ മാത്രമേ താല്പര്യമുണ്ടാവുകയുള്ളൂ. ഇദ്ദേഹത്തിന് സദാ പൂർണ്ണനാണ് താൻ എന്ന ബോധമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നിലും താല്പര്യമില്ല. അത് വേണം, ഇത് വേണ്ട, ഒരു താല്പര്യമില്ല. ആശ്രമാദി ചിഹ്നരഹിതനും. ഈ ചിഹ്നങ്ങളെല്ലാം പരിമിതികളാണ്. ഞാൻ ഇന്നതാണ് എന്ന് പറയുമ്പോൾ ആ പറയുന്ന മാത്രയിൽ തന്നെ ഞാൻ ഇന്നതൊക്കെയല്ല എന്നും പറഞ്ഞു കഴിയുന്നു. ഞാൻ ഡോക്ടറാണ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ വക്കീലല്ല, ഞാൻ ജഡ്ജിയല്ല, ഞാൻ കമ്പൗണ്ടറല്ല, ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അല്ല, ഞാൻ എഞ്ചിനീയർ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം ആശ്രമാദി ചിഹ്നരഹിതൻ. ആശ്രമാദി ചിഹ്നങ്ങൾ ധരിക്കുമ്പം നാം പരിമിതപ്പെട്ടു. കുറി കണ്ടാലറിയാം ആരാണെന്ന്. കുറിയുടെ നീളവും വലുപ്പവും ഒക്കെ കണ്ടാലറിയാം ഇത് വൈഷ്ണവ സമ്പ്രദായത്തിൽപ്പെട്ട ആളാണെന്ന്. ആ കുറിയുടെ ചില വ്യത്യാസങ്ങൾ കണ്ടാലറിയാം തെങ്കലക്കാരനാണെന്നോ വടകലക്കാരനാണെന്നോ പരിമിതപ്പെടുകയാണ്. കണ്ടാലറിയാം ഇദ്ദേഹം ശങ്കര വേദാന്തിയാണെന്ന് കണ്ടാലറിയാം, പരിമിതപ്പെടുകയാണ്. ഇതൊക്കെ പരിമിതികളാണ്. ആശ്രമാദി ചിഹ്നങ്ങളൊക്കെ പരിമിതികളാണ്. ചില കളറിലുള്ള ഡ്രസ്സ് ധരിച്ചവരെ കണ്ടാലറിയാം ഇന്ന ആശ്രമത്തിൽപ്പെട്ടവരാണ് എന്ന്. അപ്പോൾ ആ അറിവോടൊപ്പം തന്നെ നമുക്ക് വേറെ ചില കാര്യങ്ങൾ അറിയാം. എന്താ അത്? അവർ മറ്റാശ്രമങ്ങളിലൊന്നും പെടാത്തവരാണ് എന്നും പരിമിതപ്പെടുകയാണ്. അങ്ങനെ പരിമിതികളൊന്നുമില്ലാത്തവൻ, ആശ്രമാദി ചിഹ്നരഹിതനും ആനന്ദമഗ്നനുമായ ഭഗവാൻ ശുകൻ. ഒന്നിലും താല്പര്യമില്ല. ഈ സാധാരണ ഒന്നിലും താല്പര്യമില്ലാത്തവർ ഡള്ളായിരിക്കും. നമ്മുടെ മക്കളെയൊക്കെ പറ്റിയിട്ട് നമ്മൾ പറയാറുണ്ട്. യോഗവാസിഷ്ഠത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിക്ക് ഈ ഒരു അവസ്ഥ വരുന്നുണ്ട്. ഒന്നിലും താല്പര്യമില്ല. അപ്പോഴാണ് വസിഷ്ഠ മഹർഷി അദ്ദേഹത്തിന് യോഗവാസിഷ്ഠം ഉപദേശിച്ചു കൊടുക്കുന്നത്. ഒന്നിലും താല്പര്യമില്ല, ഡള്ളാവും. അപ്പം ഒന്നിലും, അത് വിഷാദരോഗത്തിൻ്റെയും കൂടി തുടക്കമാണ്. ഒന്നിലും താല്പര്യമില്ല. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഒരു വിഷാദ ഛവി ഉണ്ടാകും. പക്ഷെ ഇവിടെ അതല്ല. ആനന്ദമഗ്നനും ആയ ഭഗവാൻ ശുകൻ അവധൂതവേഷനായി, ഇന്ന വേഷം എന്ന് പ്രത്യേകിച്ച് പറയാൻ പറ്റുകയില്ല, അവധൂതവേഷനായി സ്ത്രീകളാലും കുട്ടികളാലും ചുറ്റപ്പെട്ടുകൊണ്ട് യദൃച്ഛയാ, അദ്ദേഹത്തിനെ പലരും അനുഗമിക്കുന്നുണ്ട്. വളരെ സന്തോഷവാൻ, ഒന്നും വേണ്ട, പക്ഷെ എക്സ്ട്രീംലി ഹാപ്പിയാണ്.
മുഖം കണ്ടാലറിയാം ആ ഹാപ്പിനെസ്. അപ്പോൾ സ്ത്രീകളും കുട്ടികളും ഒക്കെ അദ്ദേഹത്തിനെ ചുറ്റി അദ്ദേഹം യാത്ര ചെയ്യണം. എവിടെ പോയാലും കുറേ ആൾക്കാരുണ്ടാവും കൂടെ. യദൃച്ഛയാ അവിടെ വന്നെത്തി, യാദൃശ്ചികമായിട്ട് അവിടെ വന്നെത്തി. യാദൃശ്ചികമായി ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ സംഭവങ്ങളും ഈശ്വരൻ്റെ കയ്യൊപ്പോടുകൂടിയതാണ്. അങ്ങനെ യാദൃശ്ചികമായി, ആകസ്മികമായി, അൺഎക്സ്പെക്റ്റഡായി അവിടെ വന്ന് എത്തി.